ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാന്നുള്ള വിചാരത്തിൽ ചെയ്തല്ലേ. എനിക്ക് ഇങ്ങനെ ഈ ചെയ്ത ശേഷം അറിഞ്ഞത് ഒരു സ്ത്രീക്ക് എത്ര പവർ ഉണ്ടെന്ന് ഇത് ചെയ്ത ശേഷമാണ് അറിയുന്നത്. ഇതിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഏകദേശം പേപ്പർ പോലെ ഉണ്ട് അത്രേ ഉണ്ടാവുള്ളൂ. ROVER എന്ന് വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ ഞാൻ ആദ്യമായിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു വീഡിയോ വന്ന് ചെയ്യുന്നത്. അനന്തപുരം ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. Viflowers എന്ന് പറയുന്ന മാട്രസ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ. ഇവിടെ ഒരു അരുണാക്ഷി ചേച്ചിയുണ്ട്. ചേച്ചിയുടേതാണ് ഈ ഒരു കമ്പനി വരുന്നത്. ഈ ഒരു മാട്രസിന്റെ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി വലിയ വലിയ കമ്പനികളുണ്ടല്ലേ, അവിടെയാണ് ഈ അരുണാക്ഷി ചേച്ചി വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇവിടെ മാട്രസിന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, തൊട്ട് മുന്നേ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫുഡ് ട്രക്ക് ചെയ്യുന്നത് പത്തനംതിട്ടയുള്ള ഒരു മാത്യു ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനും മാത്യു ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഭാഗത്ത് വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് സംരംഭകർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അത് ഈ 2022-23 വർഷം സംരംഭക വർഷമായിട്ടാണ് ഗവൺമെൻറ് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. 100,000 സംരംഭകരെ സൃഷ്ടിക്കുക എന്നുള്ളൊരു കാര്യം. അത്രമാത്രം സപ്പോർട്ടാണ് ഗവൺമെൻറ് ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് എന്ന് പറയുന്നത് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള പരിശീലനങ്ങൾ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ, ഒരു സംരംഭം തുടങ്ങാൻ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു തടസ്സം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. വലിയ രീതിയിൽ സബ്സിഡിയോട് കൂടിയിട്ട് ലോണുകളും ഇന്ന് ഗവൺമെന്റ് ഭാഗത്ത് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലും അറിയാനുണ്ട്. എന്തൊക്കെ സപ്പോർട്ടുകൾ, ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ട് ഗവൺമെന്റ് ഭാഗത്ത് നിന്നൊക്കെ അരുണാക്ഷി ചേച്ചിക്ക് കിട്ടുന്നുണ്ട് എന്നും കൂടി നമുക്ക് അറിയാനുണ്ട്. നേരെ നമുക്ക് കമ്പനിക്കകത്തേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ Viflowersന്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള അരുണാക്ഷി ചേച്ചി. ചേച്ചി നമസ്കാരമുണ്ട്. നമസ്കാരം. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്, നിങ്ങളുടെ ഈ ഒരു സംരംഭത്തിലേക്ക് ഞാൻ വരാൻ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇന്ന് ഏറ്റവും എന്താ പറയാ വലിയൊരു മേഖലയാണ് മാട്രസ് അല്ലെ പില്ലോ എന്നൊക്കെ പറയുന്നത്. വലിയ ഒത്തിരി കമ്പനികളുണ്ട്. എന്നിട്ടും ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്തായിരുന്നു? മെയിൻ കാരണം, ഞങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്, എന്റർപ്രന്യൂർ ആവണം എന്നുള്ളൊരു ഡ്രീം എൻ്റെ പണ്ടേ ഉള്ള ഒരു ഡ്രീമാണ്. പക്ഷേ നമുക്ക് സപ്പോർട്ട് വേണം. ഇത് ചെയ്യണമെങ്കിൽ കുറെ സപ്പോർട്ട്, വീട്ടിൽ നിന്ന് ഫാമിലി നല്ല സപ്പോർട്ട് വേണം. പക്ഷെ അത് ലേഡീസ് ആയതുകൊണ്ട് നമുക്ക് അത്ര സപ്പോർട്ടൊന്നും കിട്ടില്ല. പക്ഷെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടുണ്ടായി. പക്ഷെ ജോലിയെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടുണ്ടായി. ഇതിന് മുന്നേ എന്തായാലും ചെയ്തത് പ്ലൈവുഡ് കമ്പനിയിലുണ്ടായി. പിന്നെ ഡബറൈസ്ഡ് കൊയർ മാട്രസ് സ്റ്റാഫായിട്ടുണ്ടായി. അവിടെ നിന്നാണ് ആ സമയത്തൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഒരു മേഖല തുടങ്ങാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു സംരംഭം. ഒരു എന്റർപ്രന്യൂർ ആണെന്ന് പണ്ടേ ഉണ്ട്. എൻ്റെ അച്ഛന് ബേക്കറി പണിക്കാരനായിരുന്നു. അപ്പൊ എനിക്ക് ഡ്രീം ഉണ്ട് ബേക്കറി ചെയ്യണമെന്നൊരു, സ്വന്തമായിട്ട് ബേക്കറി ചെയ്യണമെന്ന്. പക്ഷെ ബേക്കറി ഫുഡായിട്ട് ഇതായതുകൊണ്ട് കുറച്ച് നമുക്ക് ലോസ് എല്ലാം അധികം വരും. അപ്പൊ ഞാൻ ഇതിൽ വന്ന തന്നെ നമ്മളൊരു കോളേജ് ഗ്രൂപ്പ് തുടങ്ങി, Viflowers എന്ന പേരില്. Viflowersന്റെ കോളേജ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ പേരാണ് Viflowers. ആ പേരാണ് ഇവിടെ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സപ്പോർട്ട് ഒക്കെ ആരായിരുന്നു നിങ്ങൾ തുടങ്ങുന്ന സമയത്തുള്ള സപ്പോർട്ട്? കട്ട സപ്പോർട്ട്, ഫിനാൻഷ്യലിയും എല്ലാ ഫ്രണ്ട്സുമാര് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അതായത് നിങ്ങൾ ഈ പറയുന്ന Viflowersന്റെ ഗ്രൂപ്പ്. പിന്നെ എന്റെ സിസ്റ്റേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ DIC, നമ്മളെ കാസർഗോഡ് DIC ഗവൺമെന്റ് ഭാഗത്തുനിന്ന്, നമ്മളെ വ്യവസായ വകുപ്പിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് എങ്ങനെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നേരിട്ടുള്ളത്? ആദ്യം ലാൻഡ് 25 സെന്റ് ഞാൻ അപ്ലൈ ചെയ്തു. അത് അപ്പൊ തന്നെ അവർ ജനുവരിയിലാണ് തന്നത്, 2020 ജനുവരിയിലാണ് തന്നത്. ഫുൾ പേപ്പർ നമുക്ക് DIC എല്ലാം റെഡിയാക്കി തന്നു. അവിടുത്തെ ഒരു മാനേജറുണ്ട്, ജനറൽ മാനേജർ രേഖ മാഡം, ലേഡീസ് നല്ല സപ്പോർട്ടാണ് അവർ. അതുപോലെ സജിത് സാറ് നല്ല രീതിയിൽ നമുക്ക് നമ്മളെ ഫോളോ അപ്പ് ചെയ്തോണ്ടേ ഉണ്ടാവും. പൊതുവെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത് ഗവൺമെന്റ് ഭാഗത്ത് അങ്ങനെ വലിയൊരു സപ്പോർട്ട് ഇല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇല്ല റോങ് ആണ്. അതായത് എന്തറിയോ, ഗവൺമെന്റ് ഭാഗത്ത് സപ്പോർട്ട് ഇല്ല എന്ന് പറയുന്ന കാരണം എന്തറിയോ, നമ്മൾ അവിടെ പോകുന്നില്ല. നമുക്ക് വേണ്ട ആവശ്യം നമ്മൾ പോവാത്തത് കൊണ്ടാണ്. അടുത്തറിയുന്നില്ല, നമ്മൾ പോകുന്നില്ല. ഒരു ഗവൺമെന്റ് ഓഫീസ് എന്തെല്ലാം സൗലഭ്യങ്ങളുണ്ട്, എന്ത് ഫെസിലിറ്റി ഉണ്ട് ആർക്കും അറിയുന്നില്ല. ആൾക്കാർക്കൊന്നും ഇവിടെ ഇങ്ങനത്തെ ഫെസിലിറ്റി ഉണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് കുറെ കാര്യങ്ങള് സ്ത്രീകൾക്ക് പൊതുവെയുള്ള സപ്പോർട്ട് നന്നായിട്ടുണ്ടോ? സ്ത്രീകൾ, ഞാൻ വിചാരിച്ചു ലേഡീസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാന്നുള്ള വിചാരത്തിൽ ചെയ്തല്ലേ. എനിക്ക് ഇങ്ങനെ ഈ ചെയ്ത ശേഷം അറിഞ്ഞത് ഒരു സ്ത്രീക്ക് എത്ര പവർ ഉണ്ടെന്ന് ഇത് ചെയ്ത ശേഷമാണ് അറിയുന്നത്. ഗവൺമെന്റ് എത്ര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ എത്ര ഏത് നിലയ്ക്ക് എത്തിക്കുന്നുള്ളത് ചെയ്ത ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ജില്ലാ പഞ്ചായത്തായെങ്കിലും എല്ലാവരും നല്ല കട്ട സപ്പോർട്ടോടെ
സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് അറിയേണ്ടത് ഇപ്പൊ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണ്. നിങ്ങൾ തുടക്കം പില്ലോ ആയിരുന്നു അല്ലേ? പില്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ മാട്രസും ചെയ്യുന്നുണ്ട്. മാട്രസ് 6 months ആയതുള്ളൂ, 6 മാസം ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പില്ലോന്റെ വർക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം, എങ്ങനെയാണെന്ന് ചെയ്തെടുക്കുന്നത്. ഓക്കെ, റെക്രോൺ റിലയൻസ് ബ്രാൻഡാണ്. ഇതിന്റെ റോ മെറ്റീരിയൽ വരുന്നത് റിലയൻസിന്റെ മെയിൻ റിലയൻസ് ആണ് സപ്ലൈ. പിന്നെ വേറെ വേറെ ഇമ്പോർട്ടഡ് കമ്പനി ഉണ്ട്. ഇമ്പോർട്ടഡ് കമ്പനീസ് കുറെ ഉണ്ട്. കോയമ്പത്തൂർ, ബാംഗ്ലൂർ, അങ്ങനെ ഡൽഹി, ഗുജറാത്ത് എല്ലായിടത്തും ഇത് കിട്ടുന്നുണ്ട്. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്, മൈക്രോ പിന്നെ നോർമൽ പില്ലോ ഉണ്ട്. മൈക്രോ പില്ലോ നല്ലതാണ്, ഡോക്ടർ സജസ്റ്റഡ് ചെയ്യുന്നത് എല്ലാവർക്കും. ഇപ്പൊ മൈക്രോ ഫൈബർ ആണ് നല്ല, രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം ഇത് കണ്ണറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ കംപ്രസർ ഓൺ ആയ ശേഷം ഇത് എയർ ത്രൂ ഇത് മൂവ് ആയിക്കൊണ്ടുണ്ടാവും. പൊടിയായിട്ട് പൊടിയായതിനു ശേഷമാണ് ഈ പൈപ്പിൽ കൂടി വരുന്നത് പില്ലോ ഫില്ലിംഗ് മെഷീൻ പറയും. ഈ മെഷീനിലേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത്. ഇത് ടൈമർ ഉണ്ട്, ഏതേത് ടൈം ഓരോരോ പില്ലോക്ക് ഓരോരോ ടൈമിംഗ് ഫിക്സ് ചെയ്യാൻ പറ്റും നമുക്ക്. അത് വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇതിങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് വന്ന് ഫില്ലായതിനു ശേഷം പിന്നെ എടുത്തിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ട് പാക്ക് ചെയ്യും. ഓക്കെ, ആദ്യം ഈ മെറ്റീരിയൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മളധികം ഹരിയാന, പഞ്ചാബ്, പിന്നെ ഗുജറാത്ത് ക്ലോത്ത് എല്ലാം പർച്ചേസ്, ഡൽഹി, അർജന്റ് വേണമെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരും. ഓക്കെ, അത് ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പില്ലോന്റെ ഈ ഒരു പരിപാടി നടക്കുന്നത്. ഈ മെഷീനിൽ വരുന്നത് പാക്കിംഗ് ആണ്. നമുക്ക് മെയിൻ പില്ലോസ് ട്രാൻസ്പോർട്ടിന് വലിയ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ഇത് പ്രസ് ചെയ്തിട്ട് എത്ര ദൂരെയും നമുക്ക് പാർസൽ ത്രൂ അയക്കാൻ പറ്റും. ഇപ്പോൾ ആമസോൺ ഓർഡർ തന്നാൽ നമുക്ക് അത് പാക്ക് ചെയ്തിട്ട് ദൂരെ അയക്കാൻ ഈസി ആയിട്ട് അയക്കാൻ പറ്റുന്ന ഒരു പ്രസ്സിംഗ് മെഷീനാണ് ഇത്. ഇതിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഏകദേശം പേപ്പർ പോലെ ഉണ്ട്, അത്രേ ഉണ്ടാവുള്ളൂ. മറ്റേതാകുമ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കോസ്റ്റ് കൂടും. നമ്മൾ മറ്റേതാകുമ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് VRL, KRS അങ്ങനെ ലോജിസ്റ്റിക്കുകൾ കുറെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. ക്വാണ്ടിറ്റി എത്രയും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് സാർ. അപ്പൊ ഇത് അവിടെ എത്തിയിട്ട് നമ്മളിപ്പോ നമ്മുടെ കൈകളിലേക്ക് ഒരു കസ്റ്റമർ കയ്യിൽ എത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കാം. അത് പൊട്ടിച്ചാൽ പൊന്തും. പൊട്ടിച്ച് കഴിഞ്ഞാൽ തിരിച്ചതേപോലെ തന്നെ പില്ലുമായിട്ട് തന്നെ മാറും. ആഹാ, ഇനി നമ്മൾ മാട്രസിന്റെ പ്രോസസ്സാണ് കാണാൻ പോകുന്നത്. മാട്രസിന്റെ വലിയൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, റബ് കോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു സ്ത്രീ സംരംഭക എന്നുള്ള രീതിയിൽ, അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ചെറിയൊരു ധൈര്യമല്ല നിങ്ങൾ കാണിച്ചതെന്നുള്ളത്. ഈ ഒരു മേഖലയിൽ ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി വലിയ വലിയ വമ്പൻ കമ്പനികളുണ്ട്. അപ്പോഴാണ് നിങ്ങളൊരു കാര്യം ഇങ്ങനെ തുടങ്ങി വെച്ചിരിക്കുന്നത്. നമ്മളെ കേരളത്തിൽ ഹൈയസ്റ്റ് മാട്രസ് കമ്പനികളാണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾ റബ്കോ പറഞ്ഞു, അത് വലിയ വലിയ കമ്പനീസ് ആണ്. ഞാനത് ചെറുതായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അത് നമ്മള് ഇപ്പൊ നമ്മളെ ഡീലർ കസ്റ്റമൈസ്ഡ് ബെല്ല് അവർക്ക് ഓർഡർ വരും, അൺസൈസ് അങ്ങനെ കസ്റ്റമൈസ്ഡ് ബെഡ് എല്ലാം വരുമ്പോൾ അവർ ലോക്കലിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഡീലർമാർ ദൂരെ നിന്ന് വരുമ്പോൾ കുറേ ദിവസങ്ങളെല്ലാം ആവും. അപ്പൊ നമ്മൾ ലോക്കലിന് കുറച്ച് മാർക്കറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് തുടങ്ങാൻ കാരണം. അപ്പൊ ഇപ്പൊ കസ്റ്റമൈസ്ഡ് ആയിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡീലേഴ്സ് പറഞ്ഞ പോലെ. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങളെ റോ മെറ്റീരിയൽ നമ്മൾ ഫോം ഉണ്ട്. നമ്മൾ ഫോം ഡ്യൂറഫ്ലെക്സിന്റെ ഫോമാണ് എടുക്കുന്നത്. എല്ലാം ക്വാളിറ്റി ഉള്ള ഫോമാണ്. പിന്നെ കൊയറും കണ്ണൂരിന്ന് എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ നിയർ മാന്യത്തോർ കമ്പനി ഉണ്ട് ഈ കൊയർ ഷീറ്റ് ഉണ്ടാക്കുന്നത്. ഷീറ്റായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, ഫോം പർച്ചേസ്, ഇതൊക്കെ ക്ലോത്ത് പർച്ചേസ്, കുൾട്ടിംഗ് പർച്ചേസ്. ഞാൻ നെക്സ്റ്റ് ഒന്ന് പ്രൊജക്ട് കൊടുത്തിട്ടുണ്ട് DICയിൽ. അത് കുൾട്ടിംഗ് ചെയ്യുന്ന മെഷീനാണ്. 35 lakhs ഉണ്ട് അതിന്. എടുക്കാൻ പോകുന്നുണ്ട്. അതിന് 1 acre സ്ഥലം അപ്ലൈ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഡിസൈൻ ചെയ്ത് ഇവിടെ ഡിസൈൻ ചെയ്ത് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് അധികം വരാൻ സാധ്യത. അപ്പൊ നമ്മൾ ഈ വന്ന മെറ്റീരിയൽ ഒക്കെ ഇവിടെ റോ മെറ്റീരിയൽ ഒക്കെ വന്നതിന് ശേഷം മെയിൻ കൊയറിൻ്റെത് സാൻഡ്വിച്ച് മാട്രസ് ഉണ്ട്, പിന്നെ ഫുൾ ഫോം മാട്രസ് ഉണ്ട്, പിന്നെ പോക്കറ്റ് സ്പ്രിംഗിന്റെ മാട്രസ് ഉണ്ട്. ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. അതേപോലെ ബേബി ബെഡ് കേരള ഹാൻഡ്ലൂം സൊസൈറ്റി നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായി. ഇത് ബീച്ച് ബെഡ് പറഞ്ഞിട്ട് അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ബീച്ച് ബെഡിന് മാറ്റമുണ്ട്. മാറ്റമുണ്ട്. അത് റെക്രോൺ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഓരോന്നും ഓരോ രീതിയിലാണ് വരുന്നത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഏത് ടൈപ്പ് പറഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ റെഡിയാണ്. മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? നിങ്ങൾ എവിടെ വരെ മാർക്കറ്റ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ? ഇപ്പൊ നമ്മൾ കാസർഗോഡ്,
കർണാടക പുത്തൂർ സൈഡ് അധികം പോകുന്നുണ്ട്. കർണാടക മെയിൻ ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ കേരളത്തില് കണ്ണൂർ വരെ എത്തി, കോഴിക്കോട് എത്തി. റീച്ച് ആയിട്ടില്ല. മാട്രസ് ഇപ്പൊ റീച്ച് ആവുന്ന എത്രേ ഉള്ളൂ. മാട്രസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി എന്തായാലും നമ്മൾ കേരളം മുഴുവൻ ചെയ്യാനുള്ള പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഇന്ത്യ ചെയ്യും. ഡൊമസ്റ്റിക്. ഓക്കെ, അടിപൊളി. ആ ഒരു നമ്മളെന്താ പറയാ, ഒരു വിശ്വാസം, അതിനുള്ള ഒരു ആമസോണിൽ കയറും. ഓൺലൈൻ മാർക്കറ്റ് കയറാനുള്ള സാധ്യതയുണ്ട്. അതും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കാസർഗോഡിന്റെ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് കാസർഗോഡ് ആർക്കറിയില്ല. കാസർഗോഡ് എവിടെ ഇങ്ങനത്തെ ഒരു പ്ലേസ് ഉണ്ടെന്ന് ആർക്കറിയില്ല കാസർഗോഡില്. അല്ല, ഞാനും ഒത്തിരി ഇൻഡസ്ട്രി ചെയ്തു. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ആർക്കറിയില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ആർക്ക്. നമ്മള് ഈ കമ്പനി വന്ന ശേഷം കുറെ ഏഷ്യാനെറ്റ് പ്രൊമോട്ട് ചെയ്തു. ഏഷ്യാനെറ്റ് ചാനലൊക്കെ പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അന്വേഷിച്ചിടത്തേക്ക് എത്തിയത്. ഇങ്ങനെ ഒരു മാട്രസ് ചെയ്യുന്ന ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്തായാലും അതൊന്ന് കാണണമല്ലോ. അതിന് വേണ്ടി, കാരണം ഞാൻ മറ്റുള്ള കമ്പനികളൊക്കെ കണ്ട വലിയ വലിയ മെഷീൻസ് ആണ്, മെഷീനറീസ് വെച്ച് ചെയ്യുന്ന ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ചെറിയ ഇൻവെസ്റ്റ്മെന്റ്. ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എടുക്കുന്ന ഈ ഒരു എഫേർട്ട്, ഗവൺമെന്റിൽ കയറുന്ന എല്ലാ ഫെസിലിറ്റിയും യൂസ് ചെയ്യുക. നമ്മൾ അതിനെ കിട്ടുന്നില്ല പറഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ നിന്ന് പിന്മാറാൻ പാടില്ല. നമുക്ക് എന്തെല്ലാം ഗവൺമെന്റ് തരുന്നു അതെല്ലാം യൂസ് ചെയ്തിട്ട് മുമ്പോട്ട് പോവാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഈ ലോണൊക്കെ സബ്സിഡിയിൽ തന്നെ കിട്ടുന്നു. സബ്സിഡിയാണ്, നല്ല സബ്സിഡി കൊടുക്കുന്നുണ്ട്. 45%. ആദ്യത്തെ 35, സെക്കൻഡ് വൺ 45. അത്രേ ഉള്ളൂ. ഓക്കേ, അത് നല്ലൊരു എന്താ പറയാ, ഒരു നല്ലൊരു നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ അടവ് കെട്ടാൻ പറ്റും, ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ പുതിയൊരു സ്കീമുണ്ട്. ഈ 5 വർഷത്തിനുള്ളിൽ നമ്മൾ ലോൺ എടുത്താൽ 4% നമുക്ക് കെട്ടാനുള്ളൂ ഇൻട്രസ്റ്റ്. 6% ഗവൺമെന്റ് തരുന്നുള്ള ഒരു പുതിയ സ്കീമാണ്. ഇതിപ്പോ പുതിയൊന്ന് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ 4% നമ്മൾ കൊടുക്കണം. അല്ല, നമ്മൾ കെട്ടിയാൽ മതി. 6% ഗവൺമെന്റ് കംപ്ലീറ്റ് നമുക്ക് ഗവൺമെന്റ് ഇത്രമാത്രം സപ്പോർട്ട് നമ്മൾ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഭാഗത്ത് സപ്പോർട്ട് വരുന്നുണ്ട്. അല്ല, അത് ഇൻഡസ്ട്രികൾ വളർന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു നാട് വളരും. അല്ല, അത് തന്നെയാണ് നമ്മളെ ഗവൺമെന്റ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം സംരംഭകരെ സൃഷ്ടിക്കാൻ പോവുകയാണ് 2022-23 കാലഘട്ടത്തില്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം സാധാരണ രീതിയിൽ ഒരു വർഷത്തില് ഒരു 3000-4000 സംരംഭകരെ പുതിയ വരുന്നതാണ്. ഇവിടെ ഇത്രമാത്രം സംരംഭകരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷം ഈ രീതിയിൽ ആചരിക്കുന്നു. നമ്മളിവിടെ ഇപ്പൊ 100ഓളം വരാനുണ്ട്, പുതിയത് വരാനിരിക്കുകയാണ്. ഇത്രയാണ് വിഫ്ലവേഴ്സിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട്? ഇപ്പൊ അരുണാക്ഷി ചേച്ചി നിങ്ങളോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വരുന്ന സപ്പോർട്ട്, അത്രമാത്രം സപ്പോർട്ടാണ് അരുണാക്ഷി ചേച്ചി. കാരണം ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ആ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങള് വലിയ ടെൻഷനോട് കൂടിയ തുടങ്ങല്ലേ. പ്രത്യേകിച്ചിട്ട് ഒരു സ്ത്രീയാണ് അരുണാക്ഷി ചേച്ചി. അതുകൊണ്ട് തന്നെ ഒത്തിരി ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനൊക്കെ മറികടക്കാനുള്ള വലിയൊരു സപ്പോർട്ട് തന്നെയാണ് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇവരുടെ വളർച്ച എന്ന് പറയുന്നത്. അത് പല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഓൾറെഡി അരുണാക്ഷി ചേച്ചി നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ സപ്പോർട്ടാണ് ഗവൺമെന്റ് തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് ഭാഗത്തുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു സംരംഭകനാകണം എന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളാണ് ഇന്ന് ഗവൺമെന്റ് നമ്മുടെയൊക്കെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. മാക്സിമം അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ വിഫ്ലവേഴ്സിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വൻകിട കമ്പനികൾ ചെയ്യുന്ന ഒരു കാര്യം, ഇന്ന് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് ഇതൊരിക്കലും ഇവരുടെ തൊഴിലാളികളല്ല എന്നാണ് അരുണാക്ഷി ചേച്ചി എന്നോട് പറഞ്ഞത്. ഞാൻ മുതലാളിയാണെങ്കിൽ എല്ലാവരും മുതലാളിമാരാണ്, ഞാൻ തൊഴിലാളിയാണെങ്കിൽ എല്ലാവരും തൊഴിലാളികളാണെന്ന്. ആ ഒരു സൗഹൃദത്തിലാണ് ഇന്ന് ഈ ഒരു വിഫ്ലവേഴ്സ് എന്ന് പറയുന്ന കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഫ്ലവേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്നത് പോലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. വിളിക്കാം, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.